നടരാജ, ഇലക്ഷൻ കഴിയുമ്പോഴേ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യാറുണ്ടല്ലോ. അതൊരു ആചാരമല്ലേ, ഒഴിവാക്കാനും പറ്റില്ലല്ലോ. എടാ, ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലായില്ല. എടാ, ഈ പാർട്ടി ഓഫീസും തുറന്നു വെച്ച് നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലാന്നാ ഞാൻ പറഞ്ഞത്. ഏതാവനെ വിളിച്ചു നോക്ക്. എടാ, അവന് കിട്ടണ്ട, രാവിലെ വിട്ട് വിളിക്കല്ലേ. ഇന്നലെ ഞായറാഴ്ചല്ലേ, എവിടെയെങ്കിലും വെള്ളം അടിച്ച് ഓഫായി കിടപ്പുണ്ടായിരിക്കും. കള്ളു കുടിച്ച് ബോധമല്ലാതെ കിടക്കണം നിന്റെ അപ്പൂപ്പൻ. നേതാവ് വന്നോ? ഞാൻ വരൂലെന്ന് നീ കരുതിയാ? പറയാണ് വെള്ളം അടിച്ച് ബോധമല്ലാതെ കിടന്നു. അളിയനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാനൊരു അല്പസമയം വൈകി ഉടനെ എൻ്റെ കസേര കയറി ഇരിക്കുകയാണ്. ഒന്ന് ഇരുന്ന് പോയി സാറേ. നിനക്ക് ഇരിക്കാൻ ഒരു കസേര തന്നിട്ടുണ്ടല്ലോ, ആ കസേരയിൽ ഞാൻ വന്നിരിക്കുന്നതാണ്. എൻ്റെ പഞ്ചായത്ത് മെമ്പർ കസേരയിൽ ഞാൻ വന്നിരുന്നിട്ടുണ്ട് എന്നവർ ഇല്ലല്ലോ സാറേ. ആ എന്ത് ഫോണിൽ വിളിച്ചിട്ട് എടുക്കാത്തത്? ആ ആ ഞാനത് പള്ളിയിൽ കയറിയപ്പോൾ സൈലൻ്റ് ആക്കിയിരുന്നതാ. അപ്പോൾ കൂടെ സാർ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? സാറ് വിളിച്ചാ? പിന്നെ ഫോൺ നോക്ക്. അയ്യോ കർത്താവേ, അപ്പുകൂടെ സാറിൻ്റെ കോള് കിടപ്പുണ്ടല്ലോ. സാറ് വിളിച്ചോ? അളിയ, പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അളിയനെ ഏൽപ്പിച്ചിട്ടില്ലേ? അതങ്ങനെ കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത്. അത് ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവിന് തന്നെയാണ് ആ കാര്യങ്ങൾ മേൽഘടകം ഏൽപ്പിക്കണത്. അത് എനിക്കറിയാം. ആ കാര്യങ്ങൾ ചെയ്യാൻ അത് ഞാൻ ചെയ്യുമല്ലോ. ഇപ്പം അതിന് വേണ്ടി ഡൽഹി പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോവും. അപ്പം നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുക. ഞാനില്ലാത്തപ്പോൾ നിങ്ങളാണ് എൻ്റെ താഴെയുള്ളത്, അപ്പം നിങ്ങൾ നോക്കണം. ഡൽഹിക്ക് പോണ കാര്യം പറയാനായിരിക്കും വിളിച്ചത്. അത് ഞാൻ പൊക്കോളാം. അല്ല, അളിയ പോകണം. പക്ഷെ അളിയൻ ഡൽഹിയിലല്ല പോകുന്നത്. പിന്നെ അളിയ ഛത്തീസ്ഗഡിലാണ് അളിയൻ പോകുന്നത്. ഛത്തീസ്ഗഡ്? ഛത്തീസ്ഗഡ്. അളിയ, ഛത്തീസ്ഗഡിൽ കുർക്കുറെ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ഈ ഗ്രാമം മൊത്തം ഭരിക്കുന്ന കൊള്ളക്കാരാണ്. ഈ കൊള്ളക്കാരെ പേടിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോവില്ല. അതുകൊണ്ട് സാധാരണ പാർട്ടി അവിടെ എപ്പോഴും തോക്കലാണ് പരിപാടി. ഇത്തവണയെങ്കിലും പാർട്ടി ജയിക്കണം. ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തി ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനാണ് അളിയനെ അങ്ങോട്ട് വിടുന്നത്. ഞാൻ തന്നെ പോണത്? ഞാൻ തന്നെ പോകണമെന്ന് പറയുമ്പോൾ നിങ്ങളാരെങ്കിലും പോയാലും മതിയല്ലോ. ഞങ്ങൾ പോയില്ല, ഞങ്ങളൊക്കെ ചോട്ടാ നേതാക്കളല്ലേ. ഞങ്ങൾ പിന്നെ ഈ വലിയ ദേശീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളർന്നിട്ടില്ല. അപ്പുകുട്ട സാറ് അങ്ങനെ പറഞ്ഞാ ഞാൻ പോകണമെന്ന്? അളിയനല്ലേ പറഞ്ഞത്. ഞാൻ കല്ലാമ സതീശനുണ്ട്, പിന്നെ വേറെ പൗഴപ്പറ്റ ബിജുണ്ട്, ഒരുപാട് സീനിയർ നേതാക്കന്മാരുണ്ട്. അല്ലല്ല, അളിയനാണ് ഞങ്ങളുടെ സീനിയർ നേതാവ്. പോണം. അവിടെ കൊള്ളക്കാരൊക്കെ ഉള്ള സ്ഥലമല്ലേ, അവിടെ പോയി നമ്മളെന്ത് പറയാൻ? എന്റെ അളിയ നെഞ്ചും പിരിച്ച് നിന്ന് നേരിടണം. അളിയ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നേരിടണം. ഞാൻ തന്നെ പോകണമെന്ന് അപ്പുകുട്ടൻ സാറ് നിർബന്ധമായിട്ട് പറഞ്ഞ. പിന്നെ അളിയ, കഴിഞ്ഞ വർഷമേ ഈ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ 5 വരെ വെച്ച് 10 വരെ വിട്ടിരുന്നു. പക്ഷെ അവർ പോയിട്ട് ആ ദൗത്യമൊന്നും അങ്ങോട്ട് കറക്റ്റായില്ല. ഇതിപ്പം 10 തലയുള്ള രാവണന് തുല്യമായ അളിയൻ അങ്ങോട്ട് പോയി ഇറങ്ങിയ അവിടെ കാര്യങ്ങളൊക്കെ ഉഷാറാവുമെന്നാണ് അപ്പുകുട്ടൻ സാറ് പറയുന്നത്. അളിയൻ്റെ ബുദ്ധി ഉപയോഗിച്ചാൽ മാത്രം മതി. അളി എന്തിനളിയ പേടിക്കുന്നത്? അളിയ ഇതിൽ വലിയ കൊള്ളക്കാരുടെ ഇടയിലല്ലേ കിടക്കുന്നത്. അളിയന് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയുമോ? കഴിഞ്ഞ തവണ പോയവർ 5 പേര് തിരിച്ചു വന്ന്. ബാക്കി 5 പേര് അവിടെ താമസമായ? 5 പേര് താമസമായവരല്ല, അവിടെ കുഴിബോംബ് പൊട്ടിയോണ്ട് 5 പേര് ചത്ത്, 5 പേര് തിരിച്ചു പോയി. അളിയ ഇപ്പം പേടിക്കണ്ട. ഇപ്പം അവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് കുഴിബോംബ് എന്തായാലും പൊട്ടൂല. പക്ഷെ അവരെ തോക്ക് നോക്കണം. ഈ കുടുംബമായിട്ട് കഴിയണം. ഞാൻ എങ്ങനെ അവിടെ പോകും? കുടുംബത്തിനെ വിട്ടിട്ട് ഞാൻ അപ്പുകുട്ടൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞോളാം. ലില്ലി, ദോ വന്നേ. എന്താ ചേച്ചി? അടിച്ചിട്ട് മീൻകറി നാട്ടുമീൻ മുളകിൽ വെച്ചാ നന്നായി. ഇവിടെ മീനില്ലാതിരിക്കായിരുന്നു. ഞാൻ മീനൊന്നും വാങ്ങിച്ചില്ല. എനിക്ക് വയ്യായിരുന്നു. സാമ്പാറുണ്ടായിരുന്നു. ഏട്ടനിനി ഇത് മതിയല്ല. ഹലോ മിസ്റ്റർ പോലീസുകാരൻ, ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചി മീൻകറി കൊണ്ടുവന്നു. പുഴമീൻ. ക്ലീറ്റേഴ്സിന്റെ വന്നത്. കുടുംബം നോക്കാൻ തുടങ്ങിയ എന്റെ പൊന്ന് കനക, കണ്ണിടല്ലേ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. ഇപ്പൊ വലിയ സമാധാനമുണ്ട്. ശരിക്കും അമ്മാവന്റെ വീട്ടിൽ പോയായിരുന്നെങ്കിൽ ഇച്ചിരി മീൻ പിടിക്കായിരുന്നല്ലേ പുഴയെന്ന്. നല്ല പച്ച മീൻ കിട്ടിയാണ്. അതെ, ആ അലിച്ചേട്ടൻ കൊണ്ടുവരുന്നതൊക്കെ ഇപ്പൊ ചീത്ത മീനാണ്. ചീത്ത ആയതുകൊണ്ടല്ല, അതിലേക്കും ചളക്കൊന്നും ഒരു രുചിയില്ലടാ. ഐസ് ഇട്ടതറ്റേ, അതുകൊണ്ടാ. എല്ലാ ദിവസവും മീൻ പിടിക്കാനും കൊണ്ടുവരാനും അവർക്ക് സൗകര്യമില്ലല്ലോ. അപ്പൊ പിടിക്കുന്ന മീനും മറ്റേ ഫോർമാലിലും മറ്റേ സാധനങ്ങളൊക്കെ ഇട്ട് ഐസിലിട്ടങ്ങ് വെച്ചേക്കും. അപ്പൊ 2, 3, 4 ദിവസം ആയിരിക്കും. എന്ത് ചെയ്യാനാ?
ഇപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ലൈലോ ആപ്പ് പുതിയ സംഭവം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഫുഡ് ഡെലിവറി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഫുഡല്ലേ ഉള്ളൂ. ഇപ്പൊ ഫിഷും ഉണ്ട്. ആ കേരള സർക്കാരിന്റെ ഒരു സംരംഭമാണത്. കടലിൽ നിന്ന് പിടിക്കുന്ന സാധനം രാവിലെ 10 മണി തൊട്ട് 11 വരെ കിട്ടും. ആ ഫ്രഷ് സാധനം. നമുക്ക് എല്ലാ മീനിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ അതിന് സെലക്ട് ചെയ്തിട്ട് എങ്ങനെ കട്ട് ചെയ്യണം, കറിക്കാണോ ഫ്രൈക്കാണോ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അതുകൂടെ പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ട് നമ്മുടെ വീടിന്റെ മുമ്പിൽ അത് കൊള്ളാലോ. ലൈലോ കൊണ്ടെത്തിക്കും. അങ്ങനെയാണ്. പിന്നെ നമുക്കിനി അങ്ങനെ വാങ്ങിച്ചാ പോരെ? നേര് നമുക്ക് ഇത് കേരള സർക്കാരിന്റെ ഒരു സംരംഭമാണ്. ഇത് ഒരു ദിവസം അയാൾ വന്നാൽ ഒരു ദിവസം വരുത്തില്ല നേര് അലിച്ചേട്ടൻ. ഇത് നമ്മൾ ആപ്പിൽ നമ്മൾ നീ മറ്റേ ആൻഡ്രോയിഡിലും ഐഫോണിലും കിട്ടും. ആണോ? എന്റെ ഏതാ ഉള്ളത്? ആൻഡ്രോയിഡ് അല്ലേ? ആൻഡ്രോയിഡിൽ നീ ലൈലോയുടെ ഇന്ന് ആപ്പ് വേണ്ട, നമുക്ക് നാളെ നാളെ ഇന്നിപ്പോ ഇതുണ്ടല്ലോ. ഇപ്പൊ ഇതുണ്ടല്ലോ. ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ. പക്ഷെ രാവിലെ മുതലായിട്ട് നടുവേദന. ആണോ? ഇതൊക്കെ തേച്ച് ആ സന്തോഷിക്കാൻ വരട്ടെ. ഇനി സങ്കടത്തിലെ നാളുകൾ. ക്ലീറ്റോ മച്ചമ്പിക്ക് 8ന്റെ പണി DDT പാർട്ടിക്കാർ കൊടുത്തു. ക്ലീറ്റോ മച്ചമ്പിയെ ഛത്തീസ്ഗഡിലോട്ട് പാർട്ടി വിടാൻ പോവാ. ഇതാണോ സങ്കടം? ഇത് സന്തോഷമുള്ള കാര്യല്ലേ? നേര്. ഈ ക്ലീറ്റ് എന്തോരം രാജ്യങ്ങളിലാ പോണല്ലേ? രാജ്യമല്ലടി, രാജ്യം അല്ലെങ്കിൽ ജില്ല, സംസ്ഥാനം. ആ എന്താണെങ്കിലും പോണില്ലേ? അതെ, ക്ലീറ്റോനെ പോലെ ഒരാളായ മതി അടുത്ത ജന്മത്തിൽ. ക്ലീറ്റോനെ പോലെ ഒരാളായ മതി. ഛത്തീസ്ഗഡ് ഉല്ലസിക്കാനല്ല പോകുന്നത്. ഛത്തീസ്ഗഡിലോട്ട് ക്ലീറ്റോ മച്ചമ്പി പോയാൽ രക്തസാക്ഷിയായിട്ട് പെട്ടി കടത്തി തിരിച്ചു വരും. അറിയാവോ? രക്തസാക്ഷിയാവാൻ ഛത്തീസ്ഗഡിൽ പറഞ്ഞുകൊണ്ട കാര്യം എന്താണ്? ഇവിടെ അതിനുള്ള ധാരാളം അവസരങ്ങളുണ്ടല്ലോ. ഇവിടെ ഉള്ളവരെ വേണ്ട. അതായത് വരുന്ന ഇലക്ഷന് പാർട്ടി ഛത്തീസ്ഗഡിൽ വളർത്താനും ഛത്തീസ്ഗഡിന്റെ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 പേരടങ്ങുന്ന സംഘത്തെ വിടുന്നു. അതിന്റെ മുതിർന്ന തലവൻ മച്ചമ്പിയാ. അറിയാവോ? ഈ സ്ഥലത്ത് എത്ര കുഴപ്പം? കൊള്ളക്കാര്, തീവ്രവാദികള്, മാവോയിസ്റ്റുകള്, പിടിച്ചുപറിക്കാര്. ഇവിടെ പൊട്ടാഷിന്റെ സൗണ്ട് കേട്ട് ബോധം കെടുന്നാൽ അവിടെ തോക്കിട്ട് കിജുകിജ് കേട്ട് പെടുക്കും. ശരിയാ. നമുക്ക് തന്നെ ഇപ്പൊ ഡ്യൂട്ടി എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നമ്മളൊന്നും പോകില്ല. ഭയങ്കര പ്രശ്നമാണ്. ക്ലീറ്റോ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊള്ളക്കാരും ക്ലീറ്റോനൊന്നും ചെയ്യില്ല. ഇവിടെ കിടന്നിട്ട് അടിയും തടയൊക്കെ പഠിച്ചാൽ കൊള്ളക്കാരൊക്കെ അങ്ങ് കാട്ടിലായിരിക്കത്തില്ല, ഇത് നാട്ടിലായിരിക്കുമല്ലോ. എന്റെ ലിപ്പന്റെ വീടുകളിൽ തോക്കും കൊണ്ട് ജീവിക്കുന്നവരാ. അവിടെ തോക്കിന്റെ മുമ്പിൽ നിർത്തി അവിടെ വോട്ട് ചെയ്യിക്കുന്ന. അറിയാവോ? നിങ്ങൾ ഈ യൂട്യൂബിൽ കറികൾ ഉണ്ടാക്കുന്ന മാത്രം ഇതൊക്കെ നോക്കണം. എന്നാ പിന്നെ സ്ഥലം മാറ്റി കൊടുക്കാൻ പറ, വേറെ സ്ഥലത്തോട്ട് വിടാൻ പറ. അതിനുള്ള 58 പണി വൈറ്റ് നടക്കത്തില്ല. തലവനായിട്ട് വെച്ചേക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. ക്ലീറ്റോ പോവില്ലടി, നോക്കിക്കോ. അല്ലേ ചേച്ചി, ഇതായിരിക്കും നമ്മളോട് രാവിലെ പറഞ്ഞില്ലേ പാർട്ടി എന്തോ ഉത്തരവാദിത്തമുള്ള കാര്യം ഏൽപ്പിക്കാൻ പോണെന്ന്? അത് ഇതായിരിക്കോ? ഇത് തന്നെ സംഭവം. ഞാൻ ക്ലീറ്റോനെ വിളിച്ചു പറയട്ടെ? വിളിച്ചു പറ, പോണ്ടെന്ന് പറ. മറിക്കേടാ. പിന്നെ അങ്ങനെ ജീവന് ഭീഷണിയുള്ള ഒരു സ്ഥലത്തോട്ടും പോകണ്ട. പിന്നെ പാർട്ടി തീരുമാനിച്ച അനുസരിച്ചേ പറ്റത്തുള്ളൂ ലില്ലിപ്പെണ്ണെ. പിന്നെ ഒരു പാർട്ടി ഇവരില്ല കൊടങ്ങള പള്ളി പെരുന്നാൾ പോണോന്ന് പറയുന്ന പോലാന്ന് ഇത്. എന്നാ ക്ലീറ്റോ, അതെന്താ ക്ലീറ്റോ ഫിലമെന്റ് പോയപ്പോ ബൾബ് മാതിരിയിരിക്കുന്ന മോഹം? നേരേട്ടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ക്ലീറ്റോ, എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. ഓരോരുത്തർ വന്ന് സ്ട്രോങ് ആയി പോയിക്കും. ഞാൻ കൊടുക്കുമ്പോൾ ലൈറ്റായി പോവും. ചിലർ പഞ്ചസാര വേണ്ടാന്ന് പറയും, വരുമ്പോൾ പഞ്ചസാര ഇട്ടായിരിക്കും കൊടുക്കുന്നത്. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്ന? അതൊക്കെ വിട്ടുകളാ. അതല്ല, പാർട്ടിയിൽ പഴയതുപോലുള്ള പരിഗണനയൊന്നും ക്ലീറ്റോയ്ക്ക് കിട്ടുന്നില്ലേ? ഇപ്പോൾ പാർട്ടിയിൽ പരിഗണന ഇച്ചിരി കൂടിപ്പോയി, അതിൻ്റെ കുഴപ്പമാണ്. എന്ത് പറയാനാണ്, ഞാൻ പാർട്ടിക്ക് വേണ്ടി ഇവിടെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഇവിടെ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കി ഇവിടെ വളർന്ന് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ കിടക്കാന്ന് വെച്ചാൽ പാർട്ടി എന്നെ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞയക്കുക. ഛത്തീസ്ഗഡിൽ അത് നല്ലൊരു കാര്യമല്ലേ? ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രവർത്തിച്ച് വലുതാക്കിയാണല്ലോ അവരിങ്ങോട്ട് ഛത്തീസ്ഗഡിലോട്ട് വിട്ടത്. അതൊരു നല്ലൊരു സംഭവമല്ലേ? എന്ത് നല്ലത്? നിങ്ങൾക്ക് വല്ല അറിയാം? ഛത്തീസ്ഗഡിനെ കുറിച്ച് വല്ല അറിയാമോ നേരേട്ടാ? നിങ്ങൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് ചായ ഒഴിച്ച് കിടക്കണം. നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എപ്പോഴും ഫുള്ള് തീവ്രവാദികളാണ്. ഇത്രയുള്ള ജനിച്ച് വീണ പിള്ളേരെ കയ്യിൽ പോലും തോക്കുണ്ട്. എല്ലാം ഒന്ന് പറഞ്ഞാൽ രണ്ടൊരു വെടിയാണ്. അവിടെ വേറെ സംസാരമൊന്നുമില്ല. അവിടെ പോയി ഞാൻ എന്ത് രാഷ്ട്രീയം വളർത്താനാണ്? ഒരു കാര്യം ചെയ്യും, അൻസാറിനെയും ഇവരെ ആരെങ്കിലും ഒക്കെ ഒന്ന് കൂട്ടിന് കൊണ്ടുപോകും. എൻ്റെ നായരേട്ടാ, ഒരാളിനെ പോകാൻ പറ്റുള്ളൂ. ഞാൻ പോയാലേ പാർട്ടി വളരുള്ളൂ എന്നാണ് അപ്പുക്കുട്ടൻ സാറ് പറയണത്. അപ്പോൾ ഒരു കാര്യം, തൽക്കാലം കുറച്ച് ഹിന്ദിയൊക്കെ പഠിക്കുക. അമ്മ അച്ഛ ആ ഈ ഊ അച്ഛനെ ബച്ചേക്കലിയേ ഒന്ന് പറഞ്ഞിട്ട് 2 വെടി വെക്കുന്നിടത്ത് എന്ത് അച്ഛ എന്ത് അമ്മ, വെടിയുള്ളമ്മ ആ എന്നൊരു വിളി, അത്രേ ഉള്ളൂ. അത് പഠിച്ചു വെച്ചാൽ അത് പഠിക്കണ്ടല്ലോ, അത് വന്നോളൂ അറിയാതെ. ശരിട്ടോ, ഇതൊരു നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി. നീ പോകാനൊരുങ്ങ്. നല്ലത് തന്നെ. എന്നെ കൊല്ലാനാണോ വളർത്താനാണോ എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തായാലും എൻ്റെ കാര്യം പോക്ക. ഞാൻ എന്തോ ചെയ്താലും കനകമച്ചമ്പി പറയും ഇളക്കല്ലേ.
എന്നാൽ പിന്നെ ചെടിയുടെ മൂടൊക്കെ ഇളക്കി വിടാം. ഇളകി വെള്ളം അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കായ്കനികൾ വന്നാൽ നമുക്ക് ഭക്ഷിക്കാമല്ലോ. അച്ചപ്പേ ഇത്രയും നാളും DDT കൈ ചെയ്ത് വിളിച്ചിട്ട് അവസാനം DDT-കാർ 8-ന്റെ പണി തന്നല്ലോ മച്ചമ്പിക്ക്. പാർട്ടി ഓരോ ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ഒരു നേതാവെന്ന നിലയിൽ ഞാനതെല്ലാം ചെയ്യണോടാ. അല്ല, എനിക്ക് ഞാൻ അറിയാൻ മേലായിട്ട് നോക്കുക, ജീവിതം മടുത്തോ? അതാ ഞങ്ങൾ ഇന്നൊക്കെ ഓടി വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല പിന്നെ പാർട്ടിയോടെ ഈ കൊള്ളക്കാർ കിടക്കുന്ന ഛത്തീസ്ഗഡിലോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ വാക്ക് കൊടുത്തിട്ട് പോകുന്നുണ്ട്. ആലോചിച്ചിട്ട് പറയാമെന്നൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? അപ്പുക്കുട്ട സാറിനിപ്പോൾ ഉള്ളൊരു മുതിർന്ന നേതാവ് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ഞാൻ എങ്ങനെ എതിർത്ത് പറയും? എന്നാ ഈ അപ്പുക്കുട്ട സാറിന് തന്നെ അങ്ങോട്ട് പറഞ്ഞുകൂട്. അതെ, എല്ലാ കാലവും കള്ളമടിച്ചൊന്നും നടക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ വരും, അപ്പോൾ ചെയ്യണം. ഏയ്, വിഷം തിന്ന് കിടക്കണ എലിയുടെ പുറത്ത് നീ ചൂടുവെള്ളം കൂടി എടുത്ത് ഒഴിക്കല്ലേ കേട്ടാ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു നീ? പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ സംഘത്തിനെ പിള്ളേരെയൊക്കെ ആലോചിക്കുമ്പോൾ ഏതായാലും ഒരു വള്ളത്തെ നിൽക്കും. എടാ, ഞാൻ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് അത്ര പൂർണ്ണമായിട്ട് പോകാനല്ല താല്പര്യം എന്നുണ്ടെങ്കിൽ നീ അതൊക്കെ പാർട്ടിക്കടുത്ത് പറയും, എനിക്ക് പറ്റില്ലെന്ന് പറയാം, അല്ലെങ്കിൽ രാജിവെക്കും. അത് നല്ലൊരു ഐഡിയ, രാജിവെക്ക്. നിങ്ങൾ വിചാരിക്കും പോലെയല്ല. ഇത്രയും വർഷം രക്തം മുഴുവൻ കൊടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തി ഞാൻ അതിൽ നിന്ന് രാജിവെക്കാനെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത് പറയുമ്പോൾ എളുപ്പം. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം തീരുമാനിക്കും, എനിക്ക് പാർട്ടിക്ക് വേണ്ടി പോകാം ഛത്തീസ്ഗഡിലോട്ട്. അച്ഛമ്മ ഇപ്പം എന്ത് തീരുമാനം എടുക്കാനാ വന്നത് അത് പറ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, നീ ഒന്ന് ആലോചിക്കണം. പോവും ഞാൻ ചിലപ്പോൾ. പിന്നെ ഈ തങ്കത്തിൻ്റെയും പിള്ളേരെയും കാര്യം ഓർക്കുമ്പോൾ ഉള്ളൊരു ഒന്നാമതേ പേടിച്ചു തൂറി, അതിൻ്റെ കൂട്ടത്തിൽ ഈ കൊള്ളക്കാരുടെ ഇടയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്തെയും കനക വല്ല കൊള്ളക്കാരും കാട്ടിൽ കൊണ്ടുപോയി പിടിച്ച് കൈയും കാലൊക്കെ വെട്ടി ഏതെങ്കിലും കമ്പയിൽ കുത്തി നിർത്തൂ ഈ മനുഷ്യന്. പാർട്ടിക്കാർക്കൊക്കെ എന്നോട് എന്തോ ശത്രുത ഉള്ള പോലെയാണ്. ഞാൻ തന്നെ പോയേ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പുക്കുട്ടൻ സാറ് ഒരേ പിടി. പീറ്റർ ചേട്ടൻ ഒന്നുകൂടെ പറ, പോവാൻ പറ്റൂല അങ്ങനെ പറയാൻ പറ്റൂല. അത് പാർട്ടിക്ക് നമ്മുടെ അച്ചടങ്ക ലംഘനം നടത്തിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇഷ്യൂ ആവും, ഭാവിയിൽ അത് പ്രശ്നമാവും. പരമാവധി ഞാൻ പറഞ്ഞു എല്ലാവരും. അതുപോലെ മറ്റുള്ള പാർട്ടിക്കാർ കളിയാക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പാർട്ടിയായിട്ട് നിൽക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. ഇപ്പോൾ വലിയ നേതാവായി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതാണ് കുഴപ്പം. ഞാൻ പോയാലേ അവിടെ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. ഇത്ര ആത്മാർത്ഥയൊന്നും കാണിക്കണ്ടായിരുന്നു. 2 പിള്ളേരും ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞാൻ കൊന്നാലും ഞാൻ ക്ലീറ്റോനെ വിടൂല. അങ്ങനെ വിടൂലെന്ന് പറയാൻ പറ്റുമോ? പോയല്ലേ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്ലീറ്റോ വല്ല തളർന്നു കിടന്നായിരുന്നെങ്കിൽ എങ്ങനെ ഇവർ വിടും? അങ്ങനെ അതാണ് കാര്യം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കുണ്ടെന്ന് നമ്മൾ അറിയിക്കാൻ പറ്റിയാൽ, ഇപ്പം എന്തെങ്കിലും അപകടം പറ്റുക, എന്തെങ്കിലും സർജറികൾ ചെയ്യുക, വേറെ എന്തെങ്കിലും പ്രശ്നം, അതായത് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമുക്കുണ്ടെന്നൊരു തെളിവ് നമ്മൾ കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റും. എന്നാ തളർന്നു തന്നെ പറയാം. പിന്നെ ഇങ്ങനെ ഇരിക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? നീ വിചാരിച്ചൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. ഇപ്പൊ പണ്ടൊക്കെ നമുക്കുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഒരുപാട് ഒപ്പിക്കാൻ പറ്റുമായിരുന്നു, പരിചയമുള്ള ഡോക്ടർ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇതൊക്കെ വളരെ ലീഗലി പോകുന്ന കാര്യങ്ങളാണ്. അത് എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ അതിന് ഇത് ചെയ്യുന്ന വെളുക്കാന്ന് വെച്ചാൽ പാണ്ടായി പോകും. പിന്നെ പനിയായിട്ട് കിടപ്പാന്ന് പറഞ്ഞാലോ? എടി, പനിയൊക്കെ ഒരു കാരണമാണോ അടി? അല്ലെങ്കിലേ നമുക്ക് ആ പൈൽസിന്റെ ഓപ്പറേഷൻ ഇപ്പൊ അങ്ങ് നടത്തിയാലോ? അതെന്നാ ഒറ്റമൂലി കഴിച്ചപ്പോൾ മാറില്ലല്ലോ മോളെ. എന്തിനാണ് ഒറ്റമൂലി കഴിച്ച് അതൊക്കെ മാറ്റാൻ നിന്നത്? ഇല്ലെങ്കിൽ എൻ്റെ ശരീരം പോലും എൻ്റെ ശത്രുവാ. ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഒരു അസുഖമില്ല എനിക്ക്. ആലോചിച്ച എന്തെങ്കിലും കിട്ടും. എന്ത് കിട്ടേ? നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. ഈ പറഞ്ഞ കണക്ക് നമ്മൾ മുമ്പൊക്കെ പോയപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ വല്ലാത്ത വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ കാണണം. ഇല്ല, ഞാൻ വിടൂല. വേണ്ടെന്ന് വല്ലൊരു പിടിച്ചോണ്ട് പോയാൽ ഭാഷ പോലും അറിയാൻ പാടില്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അടിയനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് എനിക്കറിയാം. ഛത്തീസ്ഗഡിന്റെ പ്രശ്നം തന്നെയാണെന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. ഇതിപ്പോ എന്ത് ചെയ്യുന്ന പറയാ, നീ തന്നെ ഒന്നും എനിക്ക് രാജിവെക്കാൻ വയ്യ. ഇവിടെ രാജിവെച്ചിട്ട് എങ്ങോട്ട് പോവാൻ? ഇതിലും താഴെയുള്ള ഏതെങ്കിലും പാർട്ടി ഉണ്ടോ ഇനി?
ഇവിടെ രാജിവെക്കണേന്ന് പറയുന്നത് ആത്മഹത്യയാണ് നല്ലത്. പക്ഷെ ആത്മഹത്യ ചെയ്താൽ എന്തൊരു നാണക്കേട്. അതും പറ്റൂല. നീ പിന്മാറിയ നാണക്കേടല്ലേ? എല്ലാം നാണക്കേട് ഇല്ല. ഇത്രമാത്രം പരീക്ഷിക്കാൻ ഈ പാവം എന്ത് പാപം ചെയ്ത് എൻ്റെ ഈശ്വര. കാര്യല്ലേ? എന്തായാലും ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തോളണം. ഒന്നീ പാർട്ടി രാജിവെക്കുക, അല്ലെങ്കിൽ പോവുക. പിന്നെ ഒറ്റ ഓപ്ഷൻ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അത് ജെന്യൂൻ ആയിരിക്കണം. നീ പോകുന്നോ? ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. കർത്താവേ, 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 ഞാൻ കർത്താവേ, സ്റ്റാർട്ട് പറയുമ്പോ ഇട്ടോണം. കർത്താവേ, 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 കർത്താവേ. അച്ചമ്മി, അച്ചമ്മി, ഇട്ട് ലൈൻ മുമ്പ് ഇങ്ങനെ കറഞ്ഞാൽ എങ്ങനെ? ഒരു കാര്യം ചെയ്യാം, താഴെ വെക്കും. ഛത്തീസ്ഗഡിൽ പോയി തീവ്രവാദികളുടെ വെടിയേറ്റാ മതി. അതാ വേണ്ട നല്ലത്. വേണ്ട, ഞാൻ ഇടാം. ഒരു ധൈര്യം വേണ്ടേ? ഒരു നിമിഷം ഞാൻ ഒന്ന് ശ്വാസം എടുത്തോട്ടെ. റെഡി പറയും. എന്താ ഇട്ടോ? ഇട്ടില്ലേ? ഇട്ടില്ല. എനിക്ക് പറ്റൂലടാ, എനിക്ക് പേടിയാണ്. തോന്നി. നിന്നോട് ഞാൻ സ്റ്റാർട്ട് പറഞ്ഞോളാം. റൊണാൾഡോ, നീ ഇട്ടാൽ ചിലപ്പോ അത് വേദനിക്കും. തങ്കം ഇട്ടെങ്കിൽ അതൊരു കറക്റ്റ് ആയിരുന്നു. തങ്കം നീ എന്റെ ഇടും. പൊന്നേ, ഇങ്ങനെ പേടിക്കല്ലേ. എടാ റൊണാൾഡോ, അതെ ഒന്നും നോക്കണ്ട. വേണ്ട വേണ്ടടാ, വേറെ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക്. വേറെ എന്തെങ്കിലും ചെയ്യാതെ മാറ്റി. വേണ്ട, കാല് ചിലപ്പോ വല്ല അരഞ്ഞു പോകും. മറിക്കേ മറിക്കേ. അയ്യോ, വേണ്ട വേണ്ട, എന്തെങ്കിലും ക്രിറ്റിക്കൽ ഉണ്ടെങ്കിലേ പോക്ക് മുടക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും നോക്കാം. എനിക്ക് ദേഹം തളർന്ന പോലെ. ഇല്ല ഇല്ല, ഒന്ന് ക്രീറ്റ് വേറൊരു ഐഡിയ ഉണ്ടെങ്കിൽ വന്നേ, ഞാൻ പറയാം. അത് നടക്കും. വാ വാ എന്താ? വാ 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 വാ. ഇപ്പൊ ഇട്ട് 2 പീസാക്കി കൈ കൊടുത്താട്ടെ. മൈക്കത്തില്ല. ഓഫ് ചെയ്യും, വണ്ടി ഓഫ്. എന്താ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞ? അതാരാണ്? ആ, ഇത് നമ്മുടെ ഫ്രണ്ട് അനിൽ. അനിൽ ഇപ്പൊ ഉത്സവമൊക്കെ ആയിട്ട് വന്നതാ. അവൻ ബോംബെയിലാ. എന്താ വണ്ടി പുള്ളിയിടാണോ? ആ, എന്തൊരു എന്താ അറിയില്ല സാറേ, എനിക്ക് വയറിനൊരു അസ്വസ്ഥത. ഞാൻ ഒന്ന് വണ്ടിയിൽ പോയിട്ട് ഇപ്പോൾ വരാം. അളെ അമ്മ പഞ്ചായത്തിൽ പോകാം. അത് പറ്റില്ല, എനിക്ക് വീട്ടിൽ പോയാലേ ശരിയാവുള്ളൂ. ഞാൻ ഒന്ന് പോയിട്ട് ഇപ്പോൾ വരാം. ഫുഡ് വല്ലതും കഴിച്ചാ? ആ, അളെ വണ്ടി ഒന്ന് വിടും. അളെ പെട്ടെന്ന് പോകാം കേട്ടോ. ആ, ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള. ആ. എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ അല്ലേ മാതിരി. ഇപ്പൊ വരും. കർത്താവേ, ഈ പോണ പോക്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയായിട്ട് തട്ടിയിട്ട് ഒരു കാലൊടിഞ്ഞ് ഛത്തീസ്ഗഡിൽ പോക്ക് യാത്ര ഒന്ന് ഒഴിവാക്കി തരണേ കർത്താവേ. ഇതൊരു പോക്കായി പോകുന്നത്. തങ്കച്ചേട്ടത്തിയേ, ആ ദേ അൻസാറൊക്കെ വിളിക്കുന്നു. ഫോൺ വെച്ചിട്ട് ഇവിടെ വന്നു. അൻസാർക്ക. അയ്യോ, എന്ത് പൈസ ഉണ്ടാവോ ഇപ്പോ? ആ ശരി ശരി അൻസാർക്ക. എന്ത് ഈ ക്ലീറ്റോ ഒരു ഭാഗ്യമില്ലാത്തവനാ കേട്ടോ. കാര്യം പറയുന്നു? ഇന്ന് എന്നോട് പറഞ്ഞായിരുന്നേ, അവിടെ പാർട്ടി ഓഫീസിന്റെ അവിടെ ചെല്ലുമ്പോ ആരുടെങ്കിലും വണ്ടി എടുത്തിട്ട് സ്പീഡിൽ പോയിട്ട് എവിടെയെങ്കിലും മറിഞ്ഞു വീഴാന്ന്. പറഞ്ഞു വീണാ? ഇല്ല. ഇല്ല. അപ്പോഴത്തേക്കും പോലീസ് പിടിച്ച പാവത്തിന് ഓവർ സ്പീഡിന് ഹെൽമെറ്റും ഉണ്ടായിരുന്നില്ല എന്ന്. ഇങ്ങനെ ഒരു ഭാഗ്യമില്ലാത്ത മനുഷ്യൻ, എനിക്ക് വയ്യ. ഇനി എന്ത് ചെയ്യൂടാ? ദിവസങ്ങളില്ല, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പെട്ടി എടുത്തോണ്ട് പോകേണ്ടി വരും. അച്ഛമ്മ അവിടെ അല്ല, മേലെ കമ്പി ചാടി പൊക്കം ഇല്ലാത്ത ചാടിയിട്ട് എന്തോ സംഭവിക്കാനാ? എനിക്കിപ്പോ തന്നെ പേടിയ തല ഇറക്കുകയാണ് ഇവിടെ. തല ഇറങ്ങുന്നു ജംഗ്ഷനിൽ ആളിന്റെ മണ്ട വരെ നിങ്ങൾ 10 അടി ഫ്ലെക്സ് വെച്ച് കെട്ടിനാക്കി കുഞ്ഞാൻ കമ്പ കയറിയപ്പോ തല ഇറങ്ങുന്നു. എടാ, അത് ഞാനല്ല, അത് അണികളെ കയറ്റി വിടുന്നതാണ്. മേൽക്കിടക്കം മേളിലോട്ട് കയറൂല. മേളിലോട്ട് കയറി ചാടുന്ന ചാടി. ഇനി എന്റെ ഐഡിയ ഇല്ലേ, തമാശ അല്ല. ഈ ഏണി വെക്കി എനിക്ക് തല ഇറക്കുകയാണ് സത്യം. തല ഇറങ്ങുന്നു. മാത്രമല്ല ഇതിനകത്ത് ചാടി പറ്റപ്പേ എനിക്ക് പറ്റൂല. പേടിയാവുന്നു എനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഛത്തീസ്ഗഡിൽ ചെന്ന് കയറിക്കോളൂ. കൊള്ളക്കാര വയലോട്ട് ചെന്ന് അതാ ഇതിന് നല്ലത്.
ഞാൻ അവിടെ പോയി അനുഭവിച്ചോളാം. വീണാ? ഇങ്ങനെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. ചാടുന്നില്ലേ? ഈ തല ചുറ്റിട്ട് പോയാൽ ഇവിടെ തന്നെ. എന്റെ ക്ലീറ്റ, നിങ്ങൾക്ക് ആ കൊള്ളക്കാരുടെ വെടി കൊണ്ട് ചാവാനാണോ നിങ്ങൾക്ക്? അയ്യോ, ഞാൻ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളാം. എനിക്കിത് പറ്റൂല, എനിക്ക് ചാടാൻ പറ്റൂല. ഇത് ഇറങ്ങി ഇങ്ങോട്ട് വേറെ വല്ലയിടത്തോട്ട് വീഴിക്കാൻ വാ. ഇറങ്ങി ഏളി പിടിച്ചോളണം. പിടിച്ചേക്കോല്ലേ? ഇങ്ങനൊരു പേടിച്ചു തൂറി. നല്ലപോലെ പിടിച്ചോളണേ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴേ അറിയോ. അയ്യോ, പിടിച്ചോളണേ. എന്റെ മേത്തോട്ട് വീഴല്ലേ എന്റെ പൊന്നു ക്ലീറ്റോ. പിടിച്ചോളണേ. അയ്യോ, തങ്ക പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ പിടിച്ചോളാം. എന്റെ ദൈവമേ, ഒന്ന് വീഴാൻ പോലും അറിയാത്ത മനുഷ്യനാണല്ലോ ഇത്. ഞാൻ ഇത്രയും വിചാരിച്ചില്ലേ. അയ്യോ, പിടിച്ചോളേ. എന്റെ കാല് വിറക്കൽ ഇപ്പോഴും വിറയില് മാറിയിട്ടില്ല. എന്താ ഇപ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ആശുപത്രി പോകാം. ഇനി ഒന്നും പേടിക്കണ്ട ക്ലീറ്റോ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കാര്യം. അറിയല്ലേ? ഇടതോട്ട് ചേർത്ത് അയ്യോ, ഒന്ന് താന്ന്. ബില്ലും എക്സ്റേ പിടിച്ചു. നോക്കി നോക്കി നോക്കി. അയ്യോ, കാല് കുന്നിട്ടാ. പൊട്ടണ്ടാടാ. പൊട്ടുണ്ടോന്നോ നോക്കി നോക്കി പിടിച്ച്. ഭാഗത്തിന് കമ്പ്യൂട്ടർ ഇടേണ്ടി വന്നില്ല. നല്ല വേദന ഉണ്ടാവില്ല ചേട്ടാ. കുടിക്കാൻ എന്തെങ്കിലും വേണം? അടിയിൽ വല്ലതും വെച്ചിട്ട് ഒരുപാട് നേരം താത്തി വെച്ചിട്ടാ കിടക്കാൻ നേരത്തെ കാല് വെക്ക് വെച്ചിട്ട് കിടക്കേ. 2 മാസം റെസ്റ്റ്. അത് സാറേ, അപ്പോൾ കൊണ്ട് സാറിൻ്റെ അടുത്ത് എൻ്റെ അവസ്ഥ പറയണം. ഓട് മാരാജാറി താഴെ വീട് കാലൊടിച്ച്. അപ്പോൾ ഇനി യാത്ര പോകാൻ പറ്റില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം നാളെ കിട്ടും. അതുകൊണ്ടൊന്ന് കൊടുക്കണേ. അളിയ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അത് പറയാനല്ലേ ഇത്ര നേരം ഇവിടെ കാത്തു നിന്നത്. അളിയന് എത്ര ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന്. അളിയ ഛത്തീസ്ഗഡിൽ അളിയൻ പോയിരുന്ന ഗ്രാമമില്ലയോ, ആ ഗ്രാമത്തിൽ പെരുമഴ, വെള്ളപ്പൊക്കം. ആ ഗ്രാമത്തിലേക്ക് എത്തണ ഒരു പാലമുണ്ട്. ആ പാലമൊക്കെ വെള്ളപ്പൊക്കത്തിൽ അങ്ങ് ഒലിച്ചു പോയി. അങ്ങനെ ആ ഗ്രാമം പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. അതുകൊണ്ട് ഇനിയിപ്പം ക്ലീറ്റസ് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അളിയ ഇത് പറയാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ഞാൻ അളിയനെ വിളിച്ച്. അപ്പോൾ കൂടെ സാറ് വിളിച്ചു. ഫോൺ എടുക്കണ്ടേ? ഫോൺ ഇവിടെ ഇരിക്കായിരുന്നു. ആശുപത്രി പോയപ്പോ കൊണ്ടുപോയില്ല. അല്ല, അതല്ലേ ഞാൻ ഇവിടെ കാത്തു നിന്നത്. നേതാവ് വിഷമിക്കണ്ട. 2 മാസം കഴിഞ്ഞാൽ പാല് ശരിയാവും. അപ്പോഴേക്ക് നേതാവിന്റെ കാര്യം ശരിയാവും. ഛത്തീസ്ഗഡിൽ നേതാവിനൊക്കെ പോവാം.